ഹായ്, ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു കംപ്ലയിൻ്റാണ്. മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കൂട്ടുമ്പോൾ അത് ഓഫായി പോവുക. അപ്പം വർക്ക് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കും. അങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ട് കാർബറേറ്റർ ക്ലീൻ ചെയ്തു, പിന്നെ അതുപോലെ തന്നെ പ്ലഗ് മാറ്റി, അങ്ങനെ പല ഭാഗങ്ങളും ചെയ്തു എന്നൊക്കെ പറയും. പക്ഷേ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനോ പ്ലഗ് മാറ്റാനൊന്നും ഈ ഒരു കംപ്ലയിൻറ്റ് കണ്ടാൽ പോകരുത്. അതായത് സ്റ്റാർട്ട് ചെയ്തു ആക്സിലേറ്റർ കൂട്ടുന്ന സമയത്ത് ഓഫായി പോവുക. പിന്നെ അതേപോലെ തന്നെ പുല്ലിൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ആക്സിലേറ്റർ കൂട്ടുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ പുല്ലിൽ വെക്കുന്ന സമയത്ത് പതുക്കെ അവങ്ങിയാണ് പോവുക. ആ ഒരു കംപ്ലയിൻറ്റ് എൻ്റെ മെഷീനിന് ഇപ്പോൾ അങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ഇന്നലെ ഉച്ചയായപ്പോൾ ഞാൻ പണി നിർത്തിയിട്ട് ഞാൻ ആ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന് ഞായറാഴ്ച അല്ലേ, അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞ് നിന്നതാണ്. അപ്പോൾ അതെന്തായിരുന്നു കംപ്ലയിൻ്റ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ടും പ്ലഗ് മാറ്റിയിട്ടൊക്കെ മാറിയിട്ടില്ലെങ്കിൽ വരുന്ന കംപ്ലയിൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ നേരെ ഞാനെന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കേസ് അയച്ചിട്ട് കാണിച്ചു തരാം ഏത് ഭാഗത്തായിരുന്നു പ്രശ്നം എന്നുള്ളത്. നിസ്സാരമാണ്, പക്ഷേ ആരും ശ്രദ്ധിക്കാത്ത ഒരു കംപ്ലയിൻ്റാണത്. ഈ വീഡിയോയിലുള്ള അതേ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് പഴയ വീഡിയോ ഞാൻ രണ്ടാമത് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ നമ്മളെ മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കാണുന്നവരെ കയ്യിൽ തന്നെ വലിയ അവിടെ കിടക്കുകയുള്ളൂ. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടാനും അവർക്ക് ഹെൽപ്പ് കൂടിയാണ്. ഇപ്പോൾ ഈ സീസണിലും പല ആളുകളും വിളിച്ച് ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടോ. എല്ലാവരും ഒന്ന് ലൈക്കൊന്ന് ചെയ്യുക, അതിന് മടി കാട്ടരുതേ. കാരണം മിക്കവാറും ലാസ്റ്റ് ചെന്നെത്തുന്നത് അവിടെ തന്നെയാണ്. അത് എന്നോർത്ത് നേരെ പിസ്റ്റൺ കംപ്ലയിൻറ്റ് നോക്കാനോ റിങ്സ് മാറ്റാനോ ഉള്ളിലെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നോർത്ത് ഉള്ളിലേക്കൊന്നും കയറി പോകരുത്. ആദ്യം പുറത്തുള്ള മുഴുവൻ വർക്കിലും ഒരു വർക്ക് മാത്രം ചെയ്യാതെ എല്ലാവരും നേരെ അഴിച്ചിട്ട് റിങ്സ് പോയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിപ്പോവും. പക്ഷേ അങ്ങനെ ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് ടെക്നീഷ്യൻ അല്ലാത്ത ഒരാൾക്ക് അതൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ കാണുന്നൊരു ധൈര്യത്തിലാവും അഴിച്ചു നോക്കുക. അഴിച്ചിട്ട് കംപ്ലയിൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു, ആക്സിലേറ്റർ സ്റ്റാർട്ട് ചെയ്തു, ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്, സ്പീഡിൽ കറങ്ങാതെ, അതായത് ഒരു അവങ്ങി പോവുക, അതായത് നല്ല റേസ് ആവാതെ അവങ്ങി പോവുക. പിന്നെ ആ സമയത്താണ് എല്ലാവരും പ്ലഗ് മാറ്റിയതും കാർബറേറ്റർ ക്ലീൻ ചെയ്തതൊക്കെ. എന്നിട്ടും മനസ്സിലാകാത്തൊരു പ്രശ്നം എവിടെയാണ് നിൽക്കുന്നത് കാണിച്ചു തരാം. അതാണ് ഇവിടെ. ഇവിടെയാണ് ആ പ്രശ്നം. ഇതിൻ്റെ വീഡിയോ നോക്കിയതിന് മുമ്പ് ഒരു 4 സ്റ്റോക്കിൽ ഹോണ്ടയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹോണ്ടയിൽ കാണിച്ചു തന്നതിന് ശേഷം ആ വീഡിയോ കൂടുതലായിട്ട് ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സംശയങ്ങൾ വീണ്ടും വീണ്ടും വരാനുണ്ടായ മെയിൻ കാരണം അത് തന്നെയാണ്. സൈലൻസർ അയച്ചെടുത്തപ്പോൾ കണ്ടത് ഉള്ളിൽ നിറയെ ഓയിലാണ്. ഓയിൽ മാത്രമല്ല, അതിനുള്ളിൽ ഒരുപാട് കരി ഉണ്ടാവും. ഈ സൈലൻസറിൻ്റെ ഉള്ളിലുള്ള കരി മാത്രമല്ല പ്രശ്നം, വേറെ കരി ഉണ്ടാവുക. അതാ ഇതിൻ്റെ ഈ ഭാഗത്ത് നല്ല പോലെ കട്ട കുത്തി അടിഞ്ഞിട്ടുണ്ടാവും. ആദ്യം അത് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ സൈലൻസർ ക്ലീൻ ചെയ്യാൻ എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൂടി കാണിച്ചു തരാം. അത് നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടാവും, ഇതിലൊക്കെ നിറച്ച് ഓയിലാണ്. ഈ ഓയിൽ നിൽക്കുന്ന ഭാഗത്ത് പിന്നെ ഓയിൽ സൈലൻസർ വഴിയും ഇതിൻ്റെ സൈഡിൽ കൂടി പുറത്തേക്ക് വരിക എന്നുള്ളത് പല കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അത് 40 മില്ലി കറക്റ്റ് ഒഴിക്കുന്ന മെഷീനിൽ ഇങ്ങനെ ഒരു ഓയിൽ വരുന്നതായിട്ട് കാണാം. പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് പ്രശ്നം ചെറുതായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉള്ളിൽ പിസ്റ്റനും റിങ്സും സിലിണ്ടറിനും ഒന്നും കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. എപ്പോഴും ഓയിലായതുകൊണ്ട് കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. പക്ഷേ കരി പിടിക്കലും ഇതൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നയിച്ചിട്ട് ചെറിയ കംപ്ലയിൻറ്റിൻ്റെ ലക്ഷണം തോന്നുമ്പോൾ തന്നെ അഴിച്ചിട്ട് ഇവിടെ ക്ലീൻ ചെയ്യണം. ഇവിടെ ഫുള്ളായിട്ട് കരി പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചുറ്റുഭാഗത്തും ഒരുപാട് നല്ല കട്ടി തന്നെ കരി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചേ ഉള്ളൂ. അത് ഞാൻ ക്ലീൻ ചെയ്തു. ഈ ഭാഗം മാത്രം ക്ലീൻ ചെയ്തു. സൈലൻസറിൽ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല.
ഇവിടെയും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും മൂർച്ചയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി എടുത്ത് നല്ലപോലെ ഇവിടെ ഫ്രീ ആക്കണം. അതായത് ഇത് അടഞ്ഞിട്ട് ഒരു ചെറിയ ഹോളായി മാറും. അതായത് എല്ലാ സൈഡിലും കരി പിടിച്ചിട്ട് ഒരു ചെറിയ ഹോളായി മാറും. അങ്ങനെ ആകുമ്പോൾ തന്നെ ആക്സിലേറ്റർ കൂട്ടുന്ന സമയത്ത് ഉങ്ങിപ്പോയിട്ട് ഓഫായി പോകും, സ്പീഡ് കിട്ടില്ല. അതൊക്കെ ഇവിടെയാണ്. പക്ഷേ ഇത് ചെയ്തിട്ടും പ്രശ്നം തീരുന്നില്ലെങ്കിൽ നമ്മൾ ഇതാ സിലിണ്ടറിലുള്ള സൈലൻസർ ഹോൾ ക്ലിയർ ചെയ്തിട്ടും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇത് ചെയ്യണം. എന്തായാലും അങ്ങനെ കംപ്ലൈൻറ്റ് ഈ ഭാഗത്ത്, അതായത് സൈലൻസർ ഹോളിൽ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉൾഭാഗം മുഴുവനായിട്ട് അടഞ്ഞു കാണും. അപ്പോൾ ഇത് എങ്ങനെ എടുക്കുന്നില്ല, ഇതിനുള്ളിലേക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്നുള്ള ഇതൊന്ന് ചൂടാക്കുമ്പോൾ ചിലപ്പം ഉള്ളൊന്ന് കത്താൻ വേണ്ടിയിട്ട് പെട്രോൾ ഒഴിക്കുക മണ്ണെണ്ണ ഒഴിക്കാനൊന്നും നിൽക്കരുത്. പെട്ടെന്നുള്ള തീപിടുത്തത്തിൽ ഇതിനുള്ളിൽ എയർ ദമ്മായിട്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതിനുള്ളിൽ ഇഷ്ടംപോലെ ഓയിലുണ്ടാവും. ആ ഓയിൽ തന്നെ നല്ല രീതിയിൽ കത്തും. അപ്പം ഇത് കത്തിച്ചിട്ട് ഇതിനുള്ളിൽ നിന്ന് കരി എടുക്കുന്നത് കാണിച്ചു തരാം. എന്നിട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ടാക്കിയും കാണിച്ചു തരാം. നമ്മൾ സൈലൻസർ ആദ്യം ഗ്യാസ് സ്റ്റൗവിലാണ് വെച്ചിരുന്നത്. പിന്നെ തീ പോരാന്ന് തോന്നി നമ്മൾ പാചകം ചെയ്യുന്ന അടുപ്പിലിട്ടു. അതൊന്നും കൂടി പരമാവധി എടുത്തതിന് ശേഷം ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സൈലൻസറിനെ കത്തിച്ച് കരിച്ച് അതിനുള്ളിലുള്ള പരമാവധി കരിയൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ അത്രയും കരി കിട്ടിയിട്ടുണ്ട്. നേരത്തെ കാണിച്ചു തന്നു, പക്ഷേ കുറച്ചും കൂടി അതിൽ കൂടുതൽ കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നേരത്തെ നമ്മൾ ഇത് കളയാതെ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലായല്ലോ, ഉള്ളിൽ ഭാഗം കത്താൻ വേണ്ടിയിട്ട് ഫ്യൂലുകളൊന്നും ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ വലിയ തോതിൽ തീപിടുത്തുണ്ടാവും. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട. അതിനുള്ളിൽ തന്നെ ഓയിലുണ്ടാവും. അപ്പോൾ ആ ഓയിലും പറ്റി പിടിച്ചിരിക്കുന്ന ഓയിലുകളും അതുപോലെ തന്നെ ആ കരിയൊക്കെ ഒന്നും കൂടി ഡ്രൈ ആവാൻ വേണ്ടിയിട്ടൊന്ന് ചൂടാക്കുക എന്നുള്ളതാണ്. നല്ലവണ്ണം കത്തിക്കണം. കത്തുമ്പം അത് ഇതേപോലെ പൊടിയായിട്ട് പുറത്തേക്ക് വരും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര തന്നെ ആക്സിലേറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ ഇതായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുവരെ ബൈ.